പശ്ചിമേഷ്യ വീണ്ടും മറ്റൊരു യുദ്ധത്തിന്റെ അരികിലെത്തി നിൽക്കുകയാണ്. ലോക സാമ്പത്തിക വ്യവസ്ഥയുടെ തന്നെ നട്ടെല്ലായ എണ്ണ വിപണിയെയും കപ്പൽ പാതയും ലക്ഷ്യമിട്ട് ഇറങ്ങുകയാണ് ഇറാൻ പിന്തുണയുള്ള ഹൂത്തി വിമതർ. സൗദി അറേബ്യയിലേക്കുള്ള എണ്ണ ശൃംഖല തകർക്കും, ചെങ്കടലിൽ സൗദിയുടെ എണ്ണക്കപ്പലുകൾ തടയും, കപ്പലുകൾ കത്തിക്കും എന്ന ഭയപ്പെടുത്തുന്ന മുന്നറിയിപ്പുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വർഷങ്ങളായി യമനിൽ സജീവമായി ഹൂത്തി വിമതർക്ക് സാങ്കേതികമായും സൈനികമായും ഏറ്റവും വലിയ പിന്തുണ നൽകുന്നത് ഇറാനാണ്. പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ചെങ്കടലിലൂടെ കടന്നുപോകുന്ന അന്താരാഷ്ട്ര കപ്പലുകൾക്ക് നേരെ മുൻപും ഹൂതികളുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇത്തവണ അവർ പ്രധാനമായും ലക്ഷ്യമിടുന്നത് സൗദി അറേബ്യയുടെ എണ്ണ ശൃംഖലകളെയും അവരുമായി ബന്ധപ്പെട്ട കപ്പലുകളെയുമാണ്. ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണപാതയാണ് ബാബൽ മന്ദേബ്. ഈ കടലിടുക്കിന്റെ നിയന്ത്രണ സാധ്യതകൾ ഹൂതികളുടെ കയ്യിലാണ്. ഈ വഴിയിലൂടെ പോകുന്ന സൗദി കപ്പലുകൾ ആക്രമിക്കപ്പെടുകയോ തടയപ്പെടുകയോ ചെയ്താൽ അത് കേവലം ഒരു പ്രാദേശിക വിഷയം മാത്രമല്ല, ലോകമെമ്പാടുമുള്ള എണ്ണ വിതരണത്തെ തന്നെ നിശ്ചലമാക്കാൻ പോകും എന്നുള്ളതാണ്. സൗദി അറേബ്യയെ സംബന്ധിച്ച് എണ്ണ വിപണിയാണ് അവരുടെ സമ്പദ് വ്യവസ്ഥയുടെ ജീവനാടി. മുൻപ് 2019 സൗദിയുടെ പ്രമുഖ ശുദ്ധീകരണശാലകൾക്ക് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായപ്പോൾ ലോക വിപണിയിൽ എണ്ണ വിലയെ കുതിച്ചുയർന്ന് നാം കണ്ടതാണ്. ഇപ്പോൾ വീണ്ടും സൗദിയുടെ എണ്ണക്കപ്പലുകൾ കത്തിക്കുമെന്നും സപ്ലൈ ലൈൻ തടയുമെന്നുള്ള ഭീഷണി സൗദിയെ വലിയ പ്രതിസന്ധിയിലാക്കുന്നു. സമുദ്രമാർഗമുള്ള വിതരണം തടസ്സപ്പെട്ടാൽ നിർമ്മാണവും കയറ്റുമതിയും ഒരുപോലെ സ്തംഭിക്കും. അതോടെ വിപണിയിൽ എണ്ണയുടെ ക്ഷാമം അനുഭവപ്പെടുകയും വൻതോതിലുള്ള സാമ്പത്തിക നഷ്ടം സൗദിക്ക് നേരിടേണ്ടി വരികയും ചെയ്യും. ഇറാനും സൗദിയും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾക്കിടയ്ക്ക് പുരോഗതി ഉണ്ടായിരുന്നെങ്കിലും മേഖലയിൽ നിഴൽ യുദ്ധങ്ങൾക്ക് ഇനിയും ശമനമായിട്ടില്ല. ചെങ്കടലിൽ ഹൂതികൾ നടത്തുന്ന ഓരോ നീക്കവും ഇറാന്റെ പരോക്ഷ പിന്തുണയോടെയാണെന്ന് പാശ്ചാത്യ രാജ്യങ്ങളും സൗദിയും ആരോപിക്കുന്നു. ഹൈപ്പർസോണിക് മിസൈലുകളും അത്യാധുനിക ഡ്രോണുകളും ഉപയോഗിച്ച് സൗദിയുടെ എണ്ണക്കപ്പലുകളെ ലക്ഷ്യമിടാൻ ഹൂതികൾക്ക് സാധിക്കുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇത് പശ്ചിമേഷ്യയിൽ മറ്റൊരു നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് വഴി തുറക്കുമോ എന്നാണ് നയതന്ത്ര വിദഗ്ധർ ഭയപ്പെടുന്നത്. സൗദിയുടെ എണ്ണ മേഖലയ്ക്ക് ഏൽക്കുന്ന തിരിച്ചടി ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളെ ബാധിക്കും. പ്രധാനമായും പെട്രോൾ, ഡീസൽ വിലക്കയറ്റം. ചെങ്കടൽ മാർഗമുള്ള എണ്ണ നീക്കം തടസ്സപ്പെട്ടാൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 മുകളിലേക്ക് കുതിച്ചുയരും. മറ്റൊന്ന്, കപ്പൽ ഗതാഗത ചെലവ് വർദ്ധിക്കും. ചെങ്കടൽ ഒഴിവാക്കി ആഫ്രിക്കൻ വൻകര ചുറ്റി കപ്പലുകൾക്ക് നേരെ സഞ്ചരിക്കേണ്ടി വന്നാൽ ഇൻഷുറൻസ് തുകയും ഇന്ധന ചിലവും ഇരട്ടിയാകും. മറ്റൊന്നാണ് പണപ്പെരുപ്പം. അതായത് വിതരണ ശൃംഖല തകരുന്നതോടെ ലോകമെമ്പാടും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് ഇത് കാരണമാകും. പശ്ചിമേഷ്യയിൽ ഈ സംഘർഷങ്ങൾക്ക് ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സൗദിയെ ലക്ഷ്യമിട്ട് ഹൂതികൾ നടത്തുന്ന നീക്കങ്ങൾ വെറുമൊരു ഭീഷണിയായി അവസാനിക്കുമോ, അതോ ചെങ്കടൽ യുദ്ധഭൂമിയായി മാറുമോ? സാമ്പത്തിക മേഖലയെ തന്നെ പിടിച്ചുലക്കുമോ? വരും ദിവസങ്ങളിൽ ഈ നീക്കങ്ങൾ നിർണായകമാകും.